അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ കഅബ എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിൻ്റെ വികാരമാണ്. ആ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ഡോക്ടർ സ്വാലിഹ് ഷൈബി ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടം മുതൽ തന്നെ ഇന്നേവരേക്കും അതിൻ്റെ താക്കോൽ സൂക്ഷിപ്പുകാരായി വന്നത് ഷൈബി കുടുംബമാണ്. ഇപ്പോൾ ആ താക്കോലിൻ്റെ സൂക്ഷിപ്പുകാരായിട്ടുള്ളത് ഡോക്ടർ സ്വാലിഹ് ഒരുപാട് ചരിത്ര ഗ്രന്ഥങ്ങൾ രചിച്ച വലിയൊരു പണ്ഡിതനാണ്. ഡോക്ടർ പണ്ട് മുതൽക്ക് തറവാട് അവർ തന്നെയാണ് ഇത് സൂക്ഷിച്ചു വരുന്നത്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പരിശുദ്ധമായ കഅബയിൽ കയറണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മുത്തായ ഹബീബ് കഅബയുടെ അരികിൽ വന്ന സമയത്ത് കഅബ പൂട്ടിയിട്ടാണുള്ളത്. കഅബയിലേക്ക് കയറണം. താക്കോളാണെങ്കിൽ ഉസ്മാൻ തൊല്ലായുടെ കയ്യിലാണ്. അന്ന് കാഫിറായിരുന്നു, മുശ്രിക്കായിരുന്നു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോൾ റസൂൽ കഅബയിൽ കയറാൻ പാടില്ല എന്ന് താക്കോളം നൽകാതെ കഅബയെ പൂട്ടിയിരിക്കുകയാണ്. റസൂൽക്ക് വല്ലാത്ത ആഗ്രഹമായി. റസൂൽ കയറാൻ പാടില്ല എന്ന ഒരു ദുരുദ്ദേശം അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ആ താക്കോൽ ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ കഅബയിൽ കയറി നിസ്കരിച്ച് പോകാമായിരുന്നു എന്ന്. അങ്ങനെ ഉസ്മാൻ തൊൽഹയുടെ അടുക്കൽ പോയി കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം അത് സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞ് മാത്രമല്ല, താക്കോൽ നൽകാൻ സമ്മതിച്ചില്ല. ഹബീബിൻ്റെ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കണമല്ലോ എന്ന ഒരു ഉദ്ദേശത്തിൽ അലി റളിയല്ലാഹു അൻഹുക്ക് അത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. അലി റളിയല്ലാഹു അൻഹു പിടിച്ചു വാങ്ങി. പിടിച്ചു ഭരിച്ച് മുത്തായ റസൂലിൻ്റെ അരികിൽ പോയി കൊടുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബ തുറന്ന് നിസ്കരിക്കാൻ പോയി. ഉസ്മാൻ തൊല്ലയാകട്ടെ വല്ലാത്ത സങ്കടമായി. കാരണം മക്ക ഫതഹാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്. റസൂൽ തീരുമാനിച്ചതേ അവിടെ നടക്കുള്ളൂ. കാരണം പരിശുദ്ധമായ കഅബയുടെ അധികാരം മൊത്തം ഹബീബിൻ്റെ കയ്യിലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ സമയത്ത് കാഫിറായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റൂല. വല്ലാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാണ് ആയത്തിറങ്ങിയത്. ഒരു കാഫിരിന് വേണ്ടി ഒരു ആയത്തിറങ്ങുകയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നീതി കാണിക്കണം. അതിൻ്റെ സൂക്ഷിപ്പവകാശി ഷൈബി കുടുംബം ഉസ്മാൻ തന്നെ അത് തിരിച്ചേൽപ്പിക്കണം. അമാനത്ത് തിരിച്ചേൽപ്പിക്കണം. അതിൽ കൈ കടത്തരുത് എന്നുള്ള അർത്ഥം വരുന്ന ആയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ബാസി കുടുംബത്തിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം അവിടെ പ്രകടിപ്പിച്ചപ്പോൾ പോലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊന്നും സംസാരിച്ചില്ല. അലി റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം. ഇതിൻ്റെ സൂക്ഷിപ്പവകാശികൾ അത് ഉസ്മാൻ്റെ കുടുംബമാണ്, അവരുടെ തറവാടാണ്. അങ്ങനെ ഇത് ഏൽപ്പിക്കുകയും അലി റളിയല്ലാഹു അൻഹു ഇത് കൊണ്ടുവരുമ്പോൾ ഉസ്മാൻ തൊൽഹ അത്ഭുതപ്പെട്ടു. കാരണം ഇന്ന് അധികാരം ഹബീബിൻ്റെ കയ്യിലാണ്. എന്ത് തീരുമാനിച്ചാൽ അവിടെ നടക്കുന്ന കാര്യം. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് എന്തുകൊണ്ട് തിരിച്ചു തരുന്നുണ്ട്, ഒരിക്കൽ കൊണ്ടുപോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, നിങ്ങളെ തന്നെ ഏൽപ്പിക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയും മുസ്ലിമാവുകയും സ്വഹാബിയാവുകയും ചെയ്തു. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ താക്കോൽ സൂക്ഷിപ്പ് അത് ഷൈബി കുടുംബത്തിലേക്ക് തന്നെയാകണം എന്നുള്ള ഒരു ആഗ്രഹം പറയുകയും ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെയായിരിക്കുമെന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. ഇന്നേ വരേക്കും ഇത് 109ാമത്തെ ആളാണ് ഈ ഷൈബി കുടുംബത്തിലെ ഈ ഡോക്ടർ സ്വാലിഹ് ഷൈബി എന്ന് പറയുന്ന ഈ മരണപ്പെട്ടു പോയ അദ്ദേഹം ഒരു തറവാട് പുരുഷനെന്ന് മാത്രമല്ല, വലിയ പണ്ഡിതനാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ സർവ്വ പാവങ്ങൾ അള്ളാഹു പൊരുത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന മുത്തഖീങ്ങൾ അള്ളാഹു പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.